നമസ്കാരം. AICC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. കഴിഞ്ഞ ദിവസം അതായത് 28/4/2025 നടന്ന VFA SR അതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 18 - 6 ഡിവൈഡ് ബൈ 3 × 4 ദാറ്റ് ഈസ് ഇക്വൽ ടു. അപ്പം വോൾട്ട് മാസ് ആണ്, ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ ഇത് നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ 18 - 6 ഡിവൈഡ് ബൈ 3 എത്ര? 2 × 4 × 4. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഡിവിഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 18 - 2 × 4 ചെയ്യണം, 8. 18 - 8 10. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ട്, ഓപ്ഷൻ എ. ചോദ്യം നമ്പർ 2 -2/3 ദ ഹോൾ ക്യൂബ് ഇൻറ്റു 3/5 ദ ഹോൾ സ്ക്വയർ. സിമ്പിൾ ആണ്. മൈനസിന്റെ പവർ ഒരു ഓഡ് നമ്പർ വന്ന, ഇതിപ്പോ 3 ഒരു ഓഡ് നമ്പർ അല്ലേ, നെഗറ്റീവ് ആയിരിക്കും ഫലം. ഓക്കെ, മൈനസിന്റെ പവർ ഒരു ഓഡ് നമ്പർ ആണേ അവിടെ നെഗറ്റീവ് വരും. മൈനസിന്റെ പവർ ഈവൻ നമ്പർ ആണ്, നെഗറ്റീവ് ഇല്ലാതായി പോകും. പിന്നെ 2/3 ക്യൂബ് എന്ന് വെച്ചാൽ 2-നും ക്യൂബ് കൊടുക്കണം, 3-നും ക്യൂബ് കൊടുക്കണം, നെഗറ്റീവിനും ക്യൂബ് കൊടുക്കണം. നെഗറ്റീവിന് ക്യൂബ് കൊടുക്കുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. 2-ന് ക്യൂബ് കൊടുക്കണം. 2-ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്, ശരിയല്ലേ? 2 × 2 × 2 8 ബൈ. ഇനി 3-ന് ക്യൂബ് എടുക്കണം. 3-ന്റെ ക്യൂബ് എത്ര? 3 × 3 × 3 27. 3 × 3 9, 9 × 3 27. 3-നെ 3 തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 3-ന്റെ സ്ക്വയർ. 3-ന്റെ സ്ക്വയർ എത്ര നമുക്കറിയാം? 9 ബൈ 5-ന്റെ സ്ക്വയർ 25. 3/5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ഇതിന് 2-നും ബാധകമാണ്. ഈ പവർ 3 ഇതിനും ബാധകമാണ്. ബ്രാക്കറ്റിന് എന്ത് കിടക്കുന്നു അതിനെല്ലാം ബാധകമാണ്. ഓക്കെ, 9-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 27 കിട്ടും? 3 ആണ്. 9-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 27 കിട്ടുന്നേ. ഇനി ഒന്നും കട്ട് ചെയ്യാനില്ല. അപ്പം -8 മുകളിൽ 3 × 25 75 താഴെ. -8/75 ഉണ്ട്, ഓപ്ഷൻ സി. ചോദ്യം നമ്പർ 3 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്രയായിരിക്കും? നമ്മൾ ആലോചിച്ച് നോക്ക്. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × L+B ആണ്. ഓക്കെ, അത് എന്ന് പറയുന്നത് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമാണ്. സമചതുരത്തിന്റെ ചുറ്റളവ് നമുക്കറിയാം 4a ആണ്. അപ്പൊ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വശത്തിന്റെ സമചതുരത്തിന്റെ വശമായ a അത് കണ്ടുപിടിക്കണം. ചതുരത്തിന്റെ നീളം L അത് 40 ആണ്, വീതി 30 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4a. 40 + 30 എത്ര? 70. 70 × 2 140. അപ്പൊ 140 ദാറ്റ് ഈസ് ഈക്വൽ ടു 4a. ഒന്നുകൂടെ 40 + 30 70. 70 × 2 140. 140 ഈക്വൽ ടു 4a. ഈ 4 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ നമ്മുടെ ഉത്തരം 140/4 ദാറ്റ് ഈസ് ഈക്വൽ ടു a. അപ്പൊ a കിട്ടും. 140-നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 140-നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ 140-ന്റെ പകുതി എടുത്തിട്ട് വീണ്ടും ഒരു പകുതി എടുത്താൽ മതി. 140-ന്റെ പകുതി 70, 70-ന്റെ പകുതി 35. അപ്പൊ എയുടെ വാല്യൂ 35 എന്ന് കിട്ടും. 140-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 35 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഓപ്ഷൻ എ. ഓക്കെ, ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമാണ്. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഒരു വരിയിൽ ഒരാളേ ഉള്ളു. അയാൾ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് വലത്ത് നിന്നും റൈറ്റിൽ നിന്നുള്ള സ്ഥാനം തന്നേക്കുന്നത്. ആകെ എത്ര, ടോട്ടൽ എത്ര പേരുണ്ട്? ഇത് കണ്ടെത്താൻ ഇക്വേഷൻ ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് കൂടെ കൂട്ടുക, 1 മൈനസ് ചെയ്യുക. എന്ന് വെച്ചാൽ മുന്നും പിന്നും കൂടെ കൂട്ടുക, 1 മൈനസ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ മുന്നിൽ നിന്ന് 4-മതാന്ന് പറയുന്നു, പിന്നിൽ നിന്ന് 20-മതാന്ന് പറയുന്നു. രണ്ട് സൈഡിൽ നിന്നുള്ള സ്ഥാനങ്ങൾ, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും, ഒരു വരിയുടെ 2 എൻഡിൽ നിന്നുള്ള സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് 1 കുറച്ചാൽ അപ്പൊ ആ വരിയിലെ മൊത്തം ആൾക്കാരെ കിട്ടും. 24 കൂട്ടിയാൽ 24, 1 കുറച്ചാൽ എത്ര? 23. ഓർത്ത് വെച്ചേക്കുക. ഒരാൾ നിൽക്കുന്ന സ്ഥാനമായിരിക്കണം. ഒരു വരിയിൽ ഒരാൾ, മുന്നിൽ നിന്ന് എത്രാമത്, പിന്നിൽ നിന്ന് എത്രാമത്, വരിയിൽ എത്രാമത് കണ്ടെത്താൻ 2 കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മാത്രം മതി. 24 കൂടെ കൂട്ടി 24, 1 കുറച്ചാൽ 23, ഓപ്ഷൻ സി. അടുത്ത 2 ചോദ്യങ്ങൾ നോക്കാം. 2 എളുപ്പമുള്ള ചോദ്യമായതുകൊണ്ട് ഒന്നിച്ചങ്ങ് എഴുതുന്നേ ഉള്ളൂ. ചോദ്യം നമ്പർ 5 കൂട്ടത്തിൽ പെടാത്തതാര്? കൂട്ടത്തിൽപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഒരു 3 എണ്ണത്തിന് ഒരു പൊതുവായ സ്വഭാവം കാണണം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ 12, 48, 24 ഇത് 3ഉം 12-ന്റെ മൾട്ടിപ്പിൾ ആണ്, ശരിയല്ലേ? 12 12-ന്റെ മൾട്ടിപ്പിളാ, 48 12-ന്റെ മൾട്ടിപ്പിളാ, 24 12-ന്റെ മൾട്ടിപ്പിളാ. അങ്ങനെയാണെങ്കിൽ 16 ഒരു 12-ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അതിനെ നമുക്ക് അർപ്പിക്കാവുന്നതാണ്, ഓപ്ഷൻ ഡി. ക്ലിയർ ആയോ? അതായത് ഇത് 3ഉം 12-ന്റെ മൾട്ടിപ്പിൾ ആവുന്നു, മറ്റേത് 12-ന്റെ മൾട്ടിപ്പിൾ അല്ല.
ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. പക്ഷേ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതും ഉണ്ട് ഇതിനകത്ത്, പല രീതിയിൽ നമുക്ക് പറയാം. അല്ലെ ഡി നമുക്ക് ഒരു സ്ക്വയർ നമ്പറാണ് ഇത്, അത് നമുക്ക് സ്ക്വയർ നമ്പറാണ് ഡി എന്ന് പറയുന്നത് 16, ഇതൊന്നും സ്ക്വയർ നമ്പർ അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒറ്റപ്പെടുത്താം. പക്ഷേ മൂന്നെണ്ണത്തിനൊരു പൊതു സ്വഭാവം കാണണം കേട്ടോ. 12, 48, 24 ഇത് 3 12ന്റെ മൾട്ടിപ്പിൾ അല്ലേ, അതൊരു സ്ട്രോങ് ആയ സംഭവം തന്നെയാണ്. ഡി 12ന്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് നമുക്ക് അത് കൽപ്പിക്കാം. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? ആറാമത്തെ ചോദ്യമാണ്. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? മാധ്യം എന്ന് പറഞ്ഞാൽ ശരാശരിയാണ്. ഗുണിതങ്ങളുടെ ശരാശരി കണ്ടെത്താൻ എപ്പോഴും ആദ്യ സംഖ്യ അവസാന സംഖ്യയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി കേട്ടോ. ആദ്യ സംഖ്യ അധികം അവസാന സംഖ്യ ബൈ 2 ഇത് ചെയ്താൽ മതി. അപ്പൊ 6ന്റെ ആദ്യ ഗുണിതം എന്ന് പറഞ്ഞാൽ 6 തന്നെ, പ്ലസ് 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ ശരാശരിയാണ്. അപ്പൊ 6ന്റെ ഒന്നാമത്തെ ഗുണിതം നമ്മൾ ഫസ്റ്റ് ഒന്ന് എടുക്കണം 6, പിന്നെ 6ന്റെ ആറാമത്തെ ഗുണിതം എടുക്കണം 36. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ ശരാശരി ആയിരിക്കും. ശരാശരി എന്ന് പറഞ്ഞാൽ മാധ്യം. അപ്പൊ 6 36 കൂടെ കൂട്ടിയാൽ 42 ആണ്. 42ന്റെ പകുതി 21 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷനകത്തില്ല, എന്നുവെച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം 6ന്റെ ഉത്തരം യഥാർത്ഥത്തിൽ 21 ആണ്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ചോദ്യം നമ്പർ 7. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ് എന്ന് വെച്ചാൽ ഇതിനേക്കാൾ എത്ര കുറവാണ് അത്, അല്ലെ അതിനേക്കാൾ എത്ര കുറവാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എടുക്കാനാ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് തമ്മിലുള്ള വ്യത്യാസം എടുക്കാം. 72.29 53.6 മൈനസ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ഒരു 0 ഇട്ട് എടുക്കാം. 9ന്ന് 0 പോയ 9. ഈ ഡെസിമൽ നേരെ താഴെ ഇരിക്കേ. ഇനി ഡെസിമൽ ഇല്ലാത്ത രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. 2ൽ 1 കടമെടുത്ത് ഇവിടെ കൊണ്ടുവരണം. 12ന് 6 പോയ 6. ഇവിടുന്ന് പോയിട്ടുണ്ട് 1. 11ന് 3 പോയ 8. 6ന് 5 പോയ 1. 18.69 ഓപ്ഷൻ ബി. ഓക്കെ, 8ാമത്തെ ചോദ്യം. 1, 2, 4 എക്സെട്ര എന്ന ശ്രേണിയിലെ 10ാം പദം എത്ര? ഇതൊരു ജി പി ആണ് കേട്ടോ. ജി പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു ടേം ആദ്യം ഇരിക്കുന്നത്, എന്നിട്ട് അതിനെ മറ്റൊരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് എ എന്ന് പറയുന്ന ടേം അതിനെ ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. എ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് AR, വീണ്ടും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് AR², വീണ്ടും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് AR³ ഇങ്ങനെ പോകുന്ന ശ്രേണി. ഇതിന്റെ 10ാം പദം എത്ര എന്നാണ് ചോദ്യം. സോറി, ഇതിന്റെ n-ാം പദം എത്ര ആണെന്ന് നമുക്കിനി അറിയേണ്ടത്. ഇതിന്റെ n-ാം പദം എത്ര എന്ന് വെച്ചാൽ a × r⁻n−1 ആണ്. ഇതാണ് നമ്മുടെ റിസൾട്ട്. a × r⁻n−1 n-ാം പദം. ഒരു ജി പിയുടെ n-ാം പദം കണ്ടെത്തുന്നത് a × r⁻n−1. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. 1, 2, 4 എക്സെട്ര. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു നിശ്ചിത സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ജി പി. വീണ്ടും അതേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 കിട്ടി. പിന്നെ അതേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അടുത്ത ആളെ കിട്ടും 8. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ അങ്ങ് ചെയ്ത് നോക്കി അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നാൽ മതി. കാര്യം നമുക്ക് 10ാം പദമാണ് ചോദ്യം. ഈ 10 കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 2 16. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 32. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ 64. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ 128. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയായി 1, 2, 3, 4, 5, 6, 7, 8 പദമായി. ഇനി അടുത്ത വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 256. പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 256ന്റെ ഇരട്ടി 512. ഇപ്പൊ 10 ആയില്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? 10ാം പദം ഉണ്ട്. ഓപ്ഷന് ഇത് 10ാം പദം ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. തന്നെയല്ല ജി പിയിലേക്ക് ചോദ്യം പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ അങ്ങ് ചെയ്യാം. ഇനി അല്ല എങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. a × r⁻n−1. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫസ്റ്റ് ടൈമാ. ഇതാണ് a 1. r എന്ന് പറഞ്ഞാൽ എന്തുവാ? 6. നമുക്ക് എത്രാം പദം കണ്ടുപിടിക്കേണ്ട? 10ാം പദം കണ്ടുപിടിക്കേണ്ട. അപ്പൊ n 10 ആയിരിക്കും കേട്ടോ. 10ാം പദം കണ്ടുപിടിക്കേണ്ട. ഇവിടെ r എത്ര? r എന്ന് പറഞ്ഞാൽ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതാ 2. ഇവിടെ 2 അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ 6 എന്ന് പറഞ്ഞാൽ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2. ⁻n−1 എത്ര പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് n. നമുക്ക് 10 പദങ്ങളുടെ 10ാം പദം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്രാം പദമാണോ കണ്ടെത്തേണ്ടത് അതാണ് n. അപ്പൊ നമുക്ക് 10ാം പദം കണ്ടെത്തണം. അപ്പൊ n എന്ന് പറഞ്ഞാൽ 10 - 1. 1 × എന്തും അത് തന്നെ ആയിരിക്കും. അപ്പൊ 2 10 - 1 9. 2 9 എന്ന് പറഞ്ഞാൽ 2നെ 9 തവണ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അത് മൾട്ടിപ്ലൈ നോക്കിയാൽ നമുക്ക് 512 എന്ന് കിട്ടും. 2നെ 9 തവണ മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ 2 × 2 × 2 × 2 × 2 × 2 × 2 × 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയം കൊണ്ട് അതങ്ങ് ചെയ്താൽ പോരെ. ഓക്കെ, 2 × 2 4, 4 × 2 8, 2 16, 16 × 2 32, 32 67, 67 × 2 128, 128 × 2 256, 256 × 2 512.
512 ഉത്തരം. ചോദ്യം നമ്പർ 9. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ഏറ്റവും ചെറിയ കോണത്തിലാണ്. ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന റേഷ്യോയിലാണെങ്കിൽ ആ കോണുകൾ ഉറപ്പായിട്ടും 5x 3x 4x എന്നതായിരിക്കും. അതായത് റേഷ്യോ അറിയെങ്കിൽ ജസ്റ്റ് അതിനൊരു കെയോ എക്സോ ഒക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് യഥാർത്ഥ സാധനങ്ങൾ കിട്ടും. അതായത് 5x 3x 4x ആയിരിക്കും നമ്മുടെ കോണുകൾ. ഇത് കൂട്ടുന്നത് ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ അറിയാം എങ്കിൽ അത് കൂട്ടിയത് 180 കിട്ടും. മീൻസ് 5x 3x 4x കൂടെ കൂട്ടിയാൽ 180 കിട്ടും. 5 3 8 8 4 12x എന്ന് പറയുന്നതാണ് 180. അപ്പൊ നമുക്ക് x കിട്ടും 180/12. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണ്ട, അത് പിന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എക്സിന്റെ അല്ല 180/12 ആണ്. നമുക്ക് കണ്ടെത്തേണ്ടത് ചെറിയ കോണം. അപ്പൊ 5x 3x 4x ചെറുത് 3x അല്ലേ, അപ്പൊ 3x നമ്മുടെ ലക്ഷ്യം. അപ്പൊ 3 × x, എക്സിന്റെ വില എത്ര? 180/12. 3 12 കൂടെ കട്ട് ചെയ്ത് 4 180/4 45 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി 45. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഇത് നമുക്കൊന്നും ചെയ്യാതെ തന്നെ ഇത് നോക്കപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കണ്ടെത്തേണ്ടത് ചെറിയ കോണാണ്. ചെറിയ കോൺ ഓക്കെ എന്നുവെച്ചാൽ ഇതിനകത്ത് റേഷ്യോ പ്രകാരം ഏറ്റവും ചെറിയ നമ്പർ 3 ആണ്. അപ്പോൾ 3ന്റെ ഒരു മൾട്ടിപ്പിൾ മാത്രമേ ത്രികോണത്തിന്റെ കോണാവത്തുള്ളൂ. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ 90 ഉണ്ട്, 45 ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കി കളയാം. ഓക്കെ, പിന്നെ ചെറിയ കോണാ ചോദ്യം. അപ്പോൾ 90 ചെറിയ കോണാണെന്ന് വന്നാൽ 90-നേക്കാൾ വലിയ 2 കോണുണ്ടെന്ന് അർത്ഥമുണ്ട്. അങ്ങനെ 90-നേക്കാൾ വലിയ 2 കോൺ വന്നാൽ അത് 180-ലും കൂടി പോത്തില്ലേ? ചിന്തിച്ച് നോക്ക്. അപ്പൊ ചെറിയ കോൺ 90 ആണെങ്കിൽ 90-നേക്കാൾ വലിയ 2 കോൺ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമില്ല. അപ്പൊ 90 അല്ല 45 ഇപ്പൊ സാധ്യതയുണ്ട് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം. z = x + y. ഇതിനകത്ത് എക്സിന്റെ വില -10. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് -10. വൈയുടെ വില 3 ആയാൽ ഇസഡിന്റെ വില എത്ര എന്നാണ്? അതായത് ഇസഡ് എന്ന് പറയുന്നത് x + y ആ. എക്സ് -10 ആണ്, y 3 ആണ്. -10 + 3. -10 + 3 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 10 നെഗറ്റീവ് ആണ്, 3 പോസിറ്റീവ് ആണ്. 10ന്റെ സൈൻ നോക്ക് നെഗറ്റീവ്, 3ന്റെ സൈൻ നോക്ക് പോസിറ്റീവ്. വ്യത്യസ്ത ചിഹ്നങ്ങളാണ്, വ്യത്യാസം എടുക്കണം, വലുതിന്റെ ചിഹ്നം കൊടുക്കണം. 10 ന് 3 7, വലുതിന്റെ ചിഹ്നം കൊടുക്കണം, വലുത് 10 ആണ്, അതിന്റെ ചിഹ്നം നെഗറ്റീവ്. -7 ഉത്തരം ഓപ്ഷൻ ബി. ഓക്കെ, ഇത്രയേ ഉള്ളായിരുന്നു. ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷയായിരിക്കും നടന്നത്. മാത്സ് ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ വീണ്ടും ഇതേ കണക്കുള്ള ക്വസ്റ്റ്യൻസുകളായിട്ട് കാണാം.